എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2020 ലോകകപ്പ് 2026 ആ ചരിത്രപ്രസിദ്ധമായ സൂപ്പർ 8 പോരാട്ടം വെസ്റ്റ് ഇൻഡീസിനെതിരായ ആ മത്സരത്തിൽ ഇന്ത്യയുടെ പരാജയം ഉറപ്പിച്ച നിമിഷത്തിൽ നിന്നാണ് ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ എന്ന അത്ഭുത പ്രതിഭാസം അവതരിക്കുന്നത്. വെറും 50 പന്തുകളിൽ നിന്നും പുറത്താകാതെ 97 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജുവിന്റെ ആ ആകാശത്തോളം പോന്ന ഇന്നിംഗ്സ് നൂറ്റാണ്ടുകളോളം ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടും. പരാജയത്തിന്റെ വക്കിൽ നിന്നും അവസാന പന്തിൽ ഇരട്ട റൺസ് ഓടിയെടുത്ത് ഇന്ത്യയ്ക്ക് സെമിഫൈനൽ ടിക്കറ്റ് നേടിക്കൊടുത്തപ്പോൾ കൊൽക്കത്തയിലെ ചരിത്രമുറങ്ങുന്ന ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം സഞ്ജു സഞ്ജു ഇന്ത്യ ഇന്ത്യ എന്നീ അലർച്ചകളാൽ പ്രകമ്പനം കൊണ്ടു. എന്നാൽ മത്സരത്തിന്റെ യഥാർത്ഥവും ഏറ്റവും ഹൃദയഭേദകവുമായ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ആ അവസാന പന്തിന് ശേഷമാണ്. വിജയം പൂർത്തിയാക്കിയ ശേഷം ശാരീരികമായ തളർച്ചയാലും വൈകാരികമായ പൊട്ടിത്തെറിയാലും പിച്ചിന്റെ മധ്യത്തിൽ മുട്ടുകുത്തി വീണ സഞ്ജുവിന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയ കണ്ണീർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം അനുഭവിച്ച കടുത്ത മാനസിക പീഡനങ്ങളുടെയും അവഗണനകളുടെയും നേർചിത്രമായിരുന്നു. എന്നാൽ മങ്ങിയ ആ കണ്ണുകൾക്കിടയിലൂടെ ഡഗ്ഔട്ടിൽ നിന്നും കടുത്ത സമ്മർദ്ദത്തിലായിരുന്ന നായകൻ രോഹിത് ശർമ്മ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അതിയായ സന്തോഷത്തോടെ തനിക്കരികിലേക്ക് ഓടിവരുന്നത് കണ്ട സഞ്ജുവിൽ പുതിയൊരു ഊർജ്ജം ജനിച്ചു. 66,000-ഓളം വരുന്ന കാണികൾക്കും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ടെലിവിഷൻ പ്രേക്ഷകർക്കും മുന്നിൽ വെച്ച് യാതൊരു മടിയും കൂടാതെ സഞ്ജു തന്നെ വലിയേട്ടനായ രോഹിത് ശർമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ചു. അത് വെറുമൊരു പ്രകടനമായിരുന്നില്ല. ലോകം മുഴുവൻ തന്നെ എഴുതി തള്ളിയപ്പോൾ തന്നിലർപ്പിച്ച അടിയുറച്ച വിശ്വാസത്തോടുള്ള ഒരു മനുഷ്യന്റെ അങ്ങേയറ്റത്തെ നന്ദി പ്രകടനമായിരുന്നു അത്. സ്റ്റേഡിയത്തിൽ ഒരു നിമിഷം പൂർണ്ണ നിശബ്ദത തളം കെട്ടി. പിന്നീട് കരഘോഷങ്ങളുടെ പെരുമഴയായി. ആ നിമിഷത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ രോഹിത് ഉടൻ തന്നെ സഞ്ജുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കുകയും നിറകണ്ണുകളോടെ ആ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു. പിന്നീട് നടന്ന പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ അവതാരകനായ ഹർഷ ഭോഗ്ലെയുടെ ചോദ്യത്തിന് മറുപടിയായി രോഹിത് നൽകിയ പ്രതികരണം ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. തൊണ്ടയിടറിക്കൊണ്ട് രോഹിത് പറഞ്ഞു, സഞ്ജു മൈതാനത്ത് എനിക്ക് നൽകിയ ആദരവും അവന്റെ ഇന്നിംഗ്സും എന്നെ പൂർണ്ണമായും നിശബ്ദനാക്കി. 41 റൺസിന് 2 മുൻനിര വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് 196 എന്ന മല പോലൊരു വിജയലക്ഷ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അവൻ കാണിച്ച ആ ചങ്കൂതം അവിശ്വസനീയമാണ്. അവനെന്റെ കാൽ തൊട്ട് വന്ദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കോചം തോന്നി. കാരണം അവൻ എന്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ നെഞ്ചോട് ചേർത്ത് കാതിൽ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: ഇന്ന് നീ കളിച്ച ഈ ഐതിഹാസിക ഇന്നിംഗ്സിന് ശേഷം 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ മുഴുവൻ നിന്റെ കാൽ കീഴിലുണ്ട്. ഇനി നീ ആരുടെയും കാലിൽ വീഴേണ്ടതില്ല എന്ന് രോഹിത് പറഞ്ഞു. വർഷങ്ങളായി സഞ്ജുവിനെ വിമർശിച്ചിരുന്ന സെലക്ടർമാർക്കും വിദഗ്ധർക്കും രോഹിത്തിന്റെ ചുട്ട മറുപടിയായിരുന്നു അത്. സഞ്ജുവിന് സ്ഥിരതയില്ല എന്ന് പറഞ്ഞവർക്ക് ഈ നോക്കൌട്ട് മത്സരത്തിലെ സമ്മർദ്ദത്തിൽ അവൻ കളിച്ച ഇന്നിംഗ്സ് പോരേ എന്ന് രോഹിത് ചോദിച്ചു. രോഹിത് ഭായിയുടെ ഈ നിസ്വാർത്ഥമായ പിന്തുണയാണ് സഞ്ജുവിന്റെ ഈ കരിയറിലെ 2ാം ജന്മത്തിന് കാരണമെന്നും സഞ്ജു വ്യക്തമാക്കി. നീ പോയി നിന്റെ സ്വാഭാവിക കളി നിർഭയമായി കളിക്കുക, ബാക്കിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം എന്ന രോഹിത്തിന്റെ വാക്കുകളാണ് തനിക്ക് കരുത്തായതെന്നും സഞ്ജു നിറകണ്ണുകളോടെ പറഞ്ഞു. ഒരിക്കൽ ദിനേശ് കാർത്തിക്കിന്റെ കരിയർ അവസാനിച്ചു എന്ന് ലോകം കരുതിയ സമയത്ത് യു ആർ നോട്ട് ഫിനിഷ്ഡ് യെറ്റ് എന്ന് പറഞ്ഞ് രോഹിത് എങ്ങനെ അദ്ദേഹത്തെ പിന്തുണച്ചോ അതേ വിശ്വാസമാണ് സഞ്ജുവിനും ലഭിച്ചത്. ഋഷഭ് പന്തിനെ മാത്രം ആശ്രയിക്കാതെ സഞ്ജുവിനെ പോലൊരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററിന്റെ അനിവാര്യത രോഹിതിന് നന്നായി അറിയാമായിരുന്നു. രോഹിത് കണ്ടറിഞ്ഞ ആ മാണിക്യത്തെ ഇന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൃത്യമായി കാത്തുസൂക്ഷിക്കുകയും പൂർണ്ണ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നു. റിങ്കു സിംഗ് ഇല്ലാത്തപ്പോൾ ഫിനിഷറായും അതല്ലെങ്കിൽ മിഡിൽ ഓർഡറിലുമൊക്കെ സഞ്ജുവിന്റെ കഴിവും പ്രസൻസ് ഓഫ് മൈൻഡും ഏതൊരു യുവതാരത്തെ എത്രയോ മുകളിലാണെന്ന് അവർക്കറിയാം. ഇതൊരു വെറും ക്രിക്കറ്റ് മത്സരത്തിന്റെ കഥയല്ല, പരസ്പര ബഹുമാനത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും ഒരിക്കലും മരിക്കാത്ത പോരാട്ട വീര്യത്തിന്റെയും അത്ഭുതപ്പെടുത്തുന്ന ഇതിഹാസമാണിത്. സഞ്ജു വെറുമൊരു കേരളത്തിന്റെ താരമല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ നെടും തൂണായി മാറുന്ന ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആണെന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രോഹിത് ശർമ്മയുടെയും സഞ്ജു സാംസണിന്റെയും ഈ അവിസ്മരണീയമായ കൂട്ടുകെട്ട് ഈ ലോകകപ്പ് ഇന്ത്യക്ക് നേടിത്തരുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ റെസ്പെക്ട് സഞ്ജു ആൻഡ് ഗ്രേറ്റ് ക്യാപ്റ്റൻ രോഹിത് എന്ന് രേഖപ്പെടുത്തുക. ഒപ്പം രക്തം തിളപ്പിക്കുന്ന ഇത്തരം കൂടുതൽ അൺപ്ലഗ്ഡ് ക്രിക്കറ്റ് കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.